السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله العظيم القدرة والشان وشديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي المنان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. وأيضا قال الله عز وجل: والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: حق الولد على الوالد أن يحسن اسمه ويزوجه إذا أدرك ويعلمه الكتاب أو كما قال رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا
رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا إلهي مدد سيم يا إلهي نصر سيم يا إلهي غوث سيم قل كلنا عونا معينا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أولادي حسن العمر زينته وفلتة الكبد أن جاروا وإن عدلوا أرجو بهم عملا لا ينقطع أبدا يوم القيامة حين الخلق تذهلوا. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു ഏറ്റുകയും തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ മിസ്ലു സവാബ് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, സന്താനങ്ങൾ അലങ്കാരമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ അങ്ങനെയാണ്: അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളും അതുപോലെ സമ്പത്തും അത് ഐഹിക ലോകത്തിൻ്റെ ആഡംബരങ്ങളാണ്, അല്ലെങ്കിൽ ഭംഗിയാണ്, അലങ്കാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അലങ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭംഗിക്ക് വേണ്ടിയുള്ളതാണ്, കാണുമ്പോൾ സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സന്തോഷമില്ലാത്ത അലങ്കാരങ്ങൾ എപ്പോഴും കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നതായിരിക്കും. അങ്ങനെ ആകാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഇപ്പോൾ നമ്മളെല്ലാവരും, അധിക ആളുകളും ഇപ്പോൾ മുറ്റത്ത് ധാരാളം സസ്യങ്ങൾ, ചെടികൾ വളർത്താറുണ്ട്. ഇപ്പോഴും മുമ്പും ഒക്കെ അത് പതിവുള്ളതാണ്. അങ്ങനെ ചെടികൾ വളർത്തുമ്പോൾ ആ ചെടി അലങ്കാരമായിട്ട് വളർത്തുന്നതാണ് നമ്മൾ. പക്ഷേ ആ ചെടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ലാതെ അതിൻ്റെ കഴുത്ത് നീണ്ടുവന്നാൽ നമ്മളത് മുറിച്ച് കളയും. ചില ചെടികളെല്ലാം വെട്ടി വൃത്തിയാക്കി വച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അതേസമയം ആരും അത് ശ്രദ്ധിക്കാതെ, വെട്ടാതെ, മുറിക്കാതെ അതങ്ങനെ നടക്കട്ടെ അലക്ഷ്യമായി അങ്ങനെ വിട്ടേർന്നാൽ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്, അത് മുറിച്ചു കളഞ്ഞാൽ നഷ്ടമാണെന്ന് വിചാരിച്ചാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗി അതിനുണ്ടാവുകയില്ല. ഇത് സാധാരണയാണ്, അല്ലേ? നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ തന്നെ നമ്മുടെ ദർസിന്റെ മുറ്റത്ത് നല്ല ചെടികളുണ്ട്.
ആ ചെടി പലപ്പോഴും അതിൻ്റെ കൈകൾ മുറിച്ചു കളയുകയും അതുപോലെ താഴെയുള്ള ചെടികളെല്ലാം വെട്ടി നേരെയാക്കി ലെവലാക്കി നിർത്തുകയും ചെയ്യാറുണ്ട്. എന്താ കാരണം? അപ്പോഴേ അതിന് ഭംഗിയുള്ളൂ. അലക്ഷ്യമായിട്ട് അതിനെ വിട്ടാൽ കാണാൻ ഭംഗി ഉണ്ടാവൂല. അപ്പോൾ അലങ്കാരം എന്ന് പറഞ്ഞാൽ അത് കാണാനും നോക്കാനും മനസ്സിനും കണ്ണിനും എന്ത് വേണം? ഒരു ഭംഗി വേണം, സന്തോഷം വേണം. അതാണ് അലങ്കാരം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല المال والبنون زينة الحياة الدنيا والباقيات الصالحات. അല്ലാഹു പഠിപ്പിക്കുകയാണ്, മുതലുകള്, സമ്പാദ്യങ്ങളും സന്താനങ്ങളും അത് നിങ്ങൾക്ക് ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളെ നന്നായി പരിപാലിക്കണം. പരിപാലിക്കാത്ത സന്താനങ്ങൾ പരിപാലിക്കാത്ത സസ്യം പോലെയാണ്, ചെടി പോലെയാണ്. ആ ചെടിയുടെ തല വളരുമ്പോൾ അത് പടർന്ന് അവിടെയും ഇവിടെയും അലക്ഷ്യമായിട്ട് വളരുമ്പോൾ കാണാൻ ഭംഗിയില്ലാത്തതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ആ ചെടി എത്താത്തതുപോലെ നമ്മുടെ മക്കളെ പരിപാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, മഹാനായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ഒരു മനുഷ്യൻ ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളുടെ അരികിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് തൻ്റെ കുട്ടിയെ കുറിച്ച് പരാതിയാണ്, തൻ്റെ മകനെ കുറിച്ച് പരാതി പറയാനാണ് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏതാണ് കുട്ടി എന്നറിയുമോ? അദ്ദേഹത്തിന്റെ മുഖത്ത് അടിച്ച കുട്ടിയെ കുറിച്ച് പരാതി പറയാനാണ് ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത്. ആ സമയത്ത് മഹാനായ ഈ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ അല്ലംതഹുൽ ഖുർആൻ, നീ ആ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല എന്ന് മറുപടി പറയുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, ഹൽ അല്ലംതഹു സുന്ന, നീ ആ കുട്ടിക്ക് സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല എന്ന് മറുപടി പറയുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, ഹൽ അല്ലംതഹു അഖ്ലാഖസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ സ്വഭാവം നീ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അവരുടെ ജീവിതചര്യ നീ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നില്ല, ഇല്ല, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉടനെ ആ മഹാൻ പറയുകയാണ്, ഹസ്ബുക സൗറുൻ ഫളറബക്, നിനക്കൊരു കാള മതിയല്ലോ, അഥവാ ഒരു കന്നാലിയെ വളർത്തുന്നത് പോലെ നിന്റെ മോനെ നീ വളർത്തിയിട്ട് നിന്നെ അടിച്ചു എന്ന പരാതിയുമായി വരികയാണോ? കന്നാലി ചിലപ്പോൾ നമ്മളെ കുത്തുകയും വെട്ടുകയും ഒടിക്കുകയും തട്ടുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ കരുതിയാൽ മതി എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭംഗിയാണ് മക്കൾ. ആ മക്കളെ അലങ്കാരമായി തന്നെ വളർത്തണം, അല്ലാതെ അലങ്കാരം നഷ്ടപ്പെടുത്തി വളർത്തിക്കൂടാ. നമുക്കൊരു ബന്ധവുമില്ല എന്ന് വിചാരിക്കരുത്. ഒരു കുട്ടിയെ ദറസിലേൽപ്പിച്ചാൽ പോലും, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മളുടെ വിചാരം എന്താണ്? ആ കുട്ടിയെ ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്നാണ് പലരുടെയും വിചാരം. അങ്ങനെ വിചാരിച്ചത് കൊണ്ടായില്ല. മദ്രസയിൽ വരുന്ന കുട്ടി വൈകുന്നേരമായി വീട്ടിൽ വരുമ്പോൾ ഖുർആൻ ഓതുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. മദ്രസയിലെ പാഠങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നോക്കാതെ അതൊക്കെ ഞാൻ ഉസ്താദിനെ ഏൽപ്പിച്ചതാണ്, ഉസ്താദും കുട്ടിയും കൂടി കൂടിയാൽ എല്ലാം തികഞ്ഞു എന്നൊരിക്കലും വിചാരിക്കരുത്.
മറിച്ച് മൂന്നാമത്തെ നമ്മൾ ഗാലറിയിൽ നിന്ന് പന്ത് കളി കാണുന്നത് പോലെ കണ്ടാലായില്ല, നമ്മളും അതിൽ കൂടിക്കൊടുക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ലോകത്തിലെ സന്തോഷമാണ്, അലങ്കാരമാണ് മക്കൾ. പക്ഷേ നമുക്ക് ശേഷിക്കുന്നത് ഏതാണെന്നറിയുമോ? വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. മക്കളെ എങ്ങനെയെങ്കിലും കന്നാലിയെപ്പോലെ, കാളയെപ്പോലെ, പോത്തിനെപ്പോലെ, മൂരിയെപ്പോലെ വളർത്തിയത് കൊണ്ടായില്ല. ആ കുട്ടിയിൽ നിന്ന് നമുക്ക് വല്ലതും ആഖിറത്തിലേക്ക് ലഭിക്കുന്ന രൂപത്തിൽ അവനെ നമ്മൾ വളർത്തണം. ആ രീതിയിൽ അവനെ നമ്മൾ തർബിയത്ത് ചെയ്യണം. അതാണ് അല്ലാഹു പറഞ്ഞത്, നമുക്ക് ആഖിറത്തിലേക്ക് ശേഷിക്കുന്നത് അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു. മാതാവിന് അല്ലെങ്കിൽ പിതാവിന് ഒരു കുട്ടിയോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ആ കുട്ടിയുടെ പേര് നന്നാക്കണം, നല്ല പേരിടണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കുട്ടി ജനിച്ചാൽ അവിടം മുതൽ ശ്രദ്ധിച്ചു വളർത്തിയാലേ ഈ കുട്ടി നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ കുട്ടിക്ക് നല്ല പേരിടണം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഒട്ടകത്തിൽ കയറി ഇങ്ങനെ വന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് എൻ്റെ ഈ ഒട്ടകത്തെ കൊണ്ടുപോയി കെട്ടുന്നത് എന്ന് ചോദിച്ചു. വാഹനം കൊണ്ടുപോയി നിർത്തിയാൽ പാർക്ക് ചെയ്യേണ്ടടുത്ത് പാർക്ക് ചെയ്യാനായിട്ട് ഒരു ശിഷ്യനോട് ചോദിച്ചു, കൂടി നിന്ന ശിഷ്യന്മാരോട് മൊത്തം ചോദിച്ചു, ആരാണ് എൻ്റെ ഈ വാഹനത്തെ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യുന്നത്? അപ്പൊ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? അപ്പൊ അയാൾ പറഞ്ഞു, മുറത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അപ്പോൾ അവിടെ ഇരിക്കുന്നു. മറ്റൊരാളെ അപ്പോൾ എഴുന്നേറ്റ് നിന്നാ ഞാൻ കേട്ടു, അപ്പൊ നിന്റെ പേരെന്താണ്? അയാളും മുറത്ത് എന്ന് പേര് പറഞ്ഞു. മൂന്നാമത്തെ ഒരാളും അങ്ങനെ തന്നെ പേര് പറഞ്ഞു. ഇത് മൂന്നാളോട് റസൂലുള്ളാഹി പറഞ്ഞു, നീ അവിടെ. നാലാമത്തെ ആളോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പൊ അയാളുടെ പേര് യഈഷ് എന്നാണ്. അപ്പൊ പറഞ്ഞു, നീ ചെല്ലി, നിന്നെ ഇത് ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്. എന്താ ഇപ്പൊ മനസ്സിലായത്? മുറത്ത് എന്ന് പറഞ്ഞാൽ കയ്പ് എന്നല്ലേ, മുറ് എന്ന് പറഞ്ഞാൽ കയ്പ് എന്നല്ലേ, അല്ലേ? അപ്പൊ പേര് ഒരു അപലക്ഷണം തോന്നിപ്പിക്കുന്ന പേര് അത് തന്നെ ശരിയല്ല. അങ്ങനെയുള്ള ആളോട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അത് കയ്പിലേ അടങ്ങുകയുള്ളൂ എന്നായിപ്പോയേക്കാം. അതുകൊണ്ട് അവര് 3 പേരെയും റസൂലുള്ളാഹി അനുവദിച്ചില്ല. മൂന്നാമൻ പറഞ്ഞു, എന്റെ പേര് യഈഷ് എന്നാണ്. യഈഷ് എന്ന് പറഞ്ഞെന്താ? ആശ യഈഷു. യഈഷു എന്ന് പറഞ്ഞെന്താ? ജീവിക്കുക, അല്ലേ? അപ്പൊ ഒരു ജീവൻ ഉണ്ടാവും. അപ്പൊ അതിലെന്തുണ്ട്? നല്ല ഒരു ലക്ഷണമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, നീ പോയി കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ എവിടെയെങ്കിലും കണ്ട പേരുകളല്ല ഇടേണ്ടത്. നല്ല ഭംഗിയുള്ള എത്ര പേരുകളുണ്ട്. ആ പേരുകളൊന്നും ഇടാതെ നമ്മൾ ഏതെങ്കിലും ഒരു പേരിട്ട് അത് നമ്മുടെ മക്കളെയും നമ്മളുടെ മക്കളുടെ ഭാവിയെയും നശിപ്പിച്ചു കളയുന്നതാകരുത്. ആളുകൾ പല തലത്തിലുണ്ട്. ചിലര് പല കാരണങ്ങളാലാണ് പല പേരുകളും. ചിലര് പലരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി പേര്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഇടയിൽ ഒരാൾ മരിച്ചുപോയി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി. അപ്പൊ മരിച്ചുപോയപ്പോ അയാളെ സ്മരിച്ചുകൊണ്ട് അയാളുടെ പേരിടുക നല്ല തന്നെയാണ്, പേരിടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു നല്ല പേരാണ് വിളിക്കുക. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. ഈ മരിച്ചയാളുടെ പേരെന്തെന്നാണ്? മുഹമ്മദ് എന്നാണ്. പക്ഷെ ഇയാള് പേരിടുന്നത് ഏതർത്ഥത്തിലാ?
ഈ മരിച്ചയാളെ സ്മരിച്ചുകൊണ്ടാണ് പേരിടുന്നത്. അതേസമയം മുഹമ്മദ് എന്ന റസൂലുള്ളാഹിയുടെ പേരാണ് അത് ഇട്ട വീട്ടിൽ ബറക്കത്തുണ്ടാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇവിടെ SSFന്റെ നേതാക്കൾ അവിടെ വന്നിരിക്കൂല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് പേര് നന്നാക്കണമെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പേരിടും. അപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പേര് എന്തെങ്കിലും ഒരു പേര് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് പ്രശ്നമാവും. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഒരു പേര്, ആ പേര് ഇട്ടതെന്നിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തിട്ട് മുഹമ്മദ് എന്നിട്ടതല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല പേരുകൾ ആ പേര് അവര് ഓർത്തിട്ടിട്ടതല്ല. മറിച്ചോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചുപോയി, അയാളെ സ്മരിച്ചുകൊണ്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അയാൾ എന്ത് സ്വഭാവക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആളോട് നമുക്ക് സ്നേഹമുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ജീവിതം മോശമായിരുന്നുവെങ്കിൽ അയാളെ സ്മരിച്ചാണ് ഈ പേരിടുന്നതെങ്കിൽ ഈ കുട്ടിയിലും ആ പേരിന്റെ ഉടമയുടെ ഭാഗങ്ങൾ ഭാഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേര് നല്ലതിടണം. ഇടുമ്പോൾ മഹാന്മാരെ ഓർത്തിടണം. അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളുടെ പേരുകൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാം ഉപ്പാപ്പമാരുടെയും സാലിഹ്യങ്ങളുടെയും പേരാ. ഫാത്തിമ ബീവിക്ക് പേരിട്ട് എന്താണ്? ഉമ്മൂമ്മയുടെ പേര് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മൂമ്മയുടെ പേര് അങ്ങനെയാണ്. ഉമ്മയുടെ പേര് വേണമെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പേരിട്ടത്. ഇബ്രാഹിം എന്ന പേരിട്ടു. കാരണം എന്താ? ഉപ്പാപ്പയുടെ പേരതാണ്. അങ്ങനെ മുത്തുനബിയുടെ മക്കളുടെ പേര് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ സ്വാലിഹീങ്ങളുടെ പേരിടണം. പ്രിയമുള്ള സഹോദരന്മാരെ, അവരെ സ്മരിച്ചു കൊണ്ടിരുമ്പോൾ നമ്മൾ പേരിടുമ്പോൾ അവരുടെ ആ നന്മ ഇവരിൽ നമുക്ക്, ഈ മക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയോടുള്ള ഹക്കാണ് നല്ല പേരിടം എന്നുള്ളത്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. ഒരിക്കലൊരു ബിദ്അത്തുകാരുടെ അടുക്കൽ വന്ന് ഒരാൾ മുസ്ലിമായത് ബിദ്അത്തുകാരൻ പറഞ്ഞിട്ട് മുസ്ലിമായതാണ്. അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ അയാളുടെ പേരെന്താണ്? അയാളുടെ പേര് ഒരു ഹിന്ദുവിന്റെ പേരായിരുന്നു. ഹിന്ദു ആയിരുന്നു ആള്. അപ്പോ അയാൾ ചോദിച്ചു, പേരെന്നാ മാറണേ? പേരിലെന്തിരിക്കുന്നു? അത് മാറേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, നാരായണൻ എന്നൊക്കെയാണ് പേര്. മനസ്സിലായോ? അപ്പോ അങ്ങനെ പേരിട്ട് ആ പേര് മാറാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ മുസ്ലിമീൻ ലോകത്തിന് അങ്ങനെയില്ല. കാരണം എന്താണ്? പേരിൽ വലിയ അർത്ഥമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് നിങ്ങൾ നല്ല പേരിടണം എന്ന്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അയ്യു അല്ലിമഹുൽ കിതാബ, നീ എന്തു ചെയ്യണം? അവന് കിതാബ് ഖുർആൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പഠിപ്പിക്കണം. അതുമാത്രം പഠിപ്പിച്ചാൽ പോരാ, അൽ കിതാബത, എഴുത്തുമായി പഠിപ്പിക്കണം. കാരണം ഖുർആൻ തന്നെ പറഞ്ഞ ആദ്യത്തെ ആയത്തിറങ്ങിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, കലം കൊണ്ട് പഠിപ്പിച്ച അല്ലാഹു എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേരിടൽ മാത്രമല്ല, അതുപോലെ പഠിപ്പിക്കൽ മാത്രമല്ല, എഴുതാനും പഠിപ്പിക്കണം. അതുമാത്രം പഠിപ്പിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സബാഹത്ത, നീന്തൽ പഠിപ്പിക്കണം കുട്ടികൾക്ക് നീന്താനുള്ള അവസരം കൊടുക്കണം. അടുത്തൊക്കെ തോടുണ്ടെങ്കിൽ പോയി നീന്താനേ അവസരം കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും നീന്തൽ ഇഷ്ടമില്ല എന്ന് തോന്നണം. അതിന് ചോദിക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ തോടുണ്ടല്ലോ, വേണമെങ്കിൽ നീന്താലോ, പക്ഷെ ചോദിക്കാറില്ല ആരും. അതെന്താണ്? ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഏതാണെങ്കിലും നീന്തണം. നീന്തൽ പഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് പഠിപ്പിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. പിന്നെയോ രിമായത്ത, അമ്പ് കൊണ്ടെറിയുന്നത് പഠിപ്പിക്കണം. അഥവാ ആയുധ പരിശീലനം പഠിപ്പിക്കണം.
അങ്ങനെ മാത്രമല്ല വഅല്ലാ യർസുഖഹു ഇല്ലാ ത്വയ്യിബാ, മക്കൾക്ക് നിങ്ങൾ നല്ലതല്ലാതെ ഭക്ഷിപ്പിക്കാൻ പാടില്ല. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നല്ല ഭക്ഷണം കൊടുത്തവരെ വളർത്തണം. എന്തെങ്കിലും കിട്ടിയതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നല്ലത് ഭക്ഷിപ്പിക്കണം. കണ്ടോ സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അവിടുന്ന് സ്നേഹിച്ച കരളിന്റെ കഷ്ണങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവര് രണ്ടുപേരും അതാ സക്കാത്തിന്റെ മുതലിങ്ങനെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ വീട്ടിലും അവിടുത്തെ മകള് ഫാത്തിമ ബീവിയുടെ വീട്ടിലും പലപ്പോഴും പട്ടിണിയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ്. അങ്ങനെ കഴിയുന്ന കാലത്ത് അതാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് ചെറിയ മക്കളാണ്. അവരിങ്ങനെ വന്നു നോക്കുമ്പോൾ അതാ വലിയ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം കാണുകയാണ്. അവര് രണ്ടുപേരും വന്നിട്ട് ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരെണ്ണമെടുത്ത് വായിലിടുകയാണ്. സക്കാത്തിന്റെ മുതലുകളിൽപ്പെട്ട ആ ഈത്തപ്പഴത്തിന്റെ ഒരംശമെടുത്ത് വായിലിട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓടി വരികയാണ്. മക്കളോട് പറയുകയാണ്, മക്കളെ, ഇത് നമുക്ക് തിന്നൽ അനുവദനീയമല്ല, ഇത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ അതാ ഛർദിച്ചു കളയൂ, പുറത്തേക്ക് കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ വായിലേക്കിട്ട ഈത്തപ്പഴത്തിന്റെ അംശങ്ങൾ പുറത്തേക്ക് കളയുകയാണ്. സ്വഹാബത്തിന്റെ ചരിത്രത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാന്മാരായ സ്വഹാബത്ത് അവിടുത്തെ മക്കള് ദാരിദ്ര്യത്തിന്റെ പേരിൽ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഈത്തപ്പഴം തിന്നപ്പോൾ ആ തിന്ന ഈത്തപ്പഴം വായിൽ കൈയിട്ട് ഛർദിപ്പിച്ച് കളഞ്ഞ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലും നമുക്കത് കാണാമല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അതാ ഒരിക്കൽ തന്റെ ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഉസ്താദ് തന്നെ സൽക്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അങ്ങനെ ക്ഷണിച്ച ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സൽക്കരിക്കാനായി ഉസ്താദ് ഒരു ആടിനെ പിടിക്കുകയാണ്. ആടിനെ അറുക്കാനായി അതാ അങ്ങോട്ട് നടന്നുപോയ ആടിനെ ഇങ്ങനെ വിളിക്കുകയാണ്. കയ്യിൽ എന്തോ ഉള്ളതുപോലെ തോന്നിപ്പിക്കുമാറ് കൈ ഇങ്ങനെ നീട്ടിയിട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ആട് ഈ ഉസ്താദിന്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചു ഓടി വരികയാണ്. ഓടി വന്ന വഴിക്ക് പെട്ടെന്ന് ആടിനെ കയറി പിടിക്കുന്നു. ആടിനെ കയറി പിടിച്ചപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ, അവിടെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ആടിനെ വിളിച്ചല്ലോ, ആട് അങ്ങയുടെ അരികിലേക്ക് വന്നത് എന്തോ കഴിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടാണല്ലോ, എന്താണ് അങ്ങ് ആടിനു വേണ്ടി കയ്യിൽ വെച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, സാധാരണ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, കോഴിയെ വിളിക്കുമ്പോൾ, ആടിനെ വിളിക്കുമ്പോൾ, മൃഗങ്ങളെ വിളിക്കുമ്പോൾ എന്തോ ഉണ്ട് കയ്യിലുണ്ടെന്ന് തോന്നിപ്പിക്കുമാറ് അതാ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ആ നിലയ്ക്ക് ഞാൻ ചെയ്തതാണ്, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉടനെ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അതാ പറയുകയാണ്, ഉസ്താദേ, അവിടത്തെ അടുക്കൽ നിന്ന് എത്രയോ ആയിരക്കണക്കായ ഹദീസുകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ
വഞ്ചന ചെയ്യുന്ന ആളുടെ അരികിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, അയാളുടെ ഹദീസ് ശരിയാവുകയില്ല. അതുകൊണ്ട് ഈ ആടിനെ കൈ കാണിച്ചു വഞ്ചിച്ച അങ്ങ് ഈ ഹദീസിൽ വഞ്ചന ചെയ്തോ എന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് അങ്ങയുടെ ഇറച്ചിയും ചോറും എനിക്ക് വേണ്ട എന്നല്ല പറഞ്ഞത്, അങ്ങയുടെ ഹദീസും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പഠിപ്പിച്ചുവെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം. ഹലാലായ ഭക്ഷണം കൊടുക്കാതെ മക്കളെ വളർത്തിയാൽ മക്കള് നന്നാവൂല. ഇമാം റാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഉമ്മയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ, ഞാനിന്ന് നിസ്കാരത്തിൽ എനിക്ക് ചെറിയ ഒരു മറവി പറ്റിപ്പോയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി ആകെ ഒരു സാധ്യതയുള്ളത് ഉമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ, ഉമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തമില്ലാത്ത ഭക്ഷണം ഉമ്മ കഴിച്ചിട്ടുണ്ടോ? പൊരുത്തമില്ലാത്ത ഭക്ഷണം ഉമ്മ കഴിച്ചിട്ടുണ്ടോ എന്ന് ആരാ ചോദിക്കണത്? ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു. ഉമ്മ ഇങ്ങനെ ആലോചിച്ചു നോക്കി, കുറെ ആലോചിച്ചു. അവസാനം പറഞ്ഞു, മോനെ, ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരന്റെ വീട്ടിൽ ചെന്നു, അഥവാ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി വെറുതെ പാത്രങ്ങളൊക്കെ ഒന്ന് പൊക്കി നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ എന്തോ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ പാത്രത്തിലൊന്ന് തൊട്ടിട്ടത് നാവിൽ വെച്ചു നോക്കിയിട്ടുണ്ട്, എന്താണ് സാധനം എന്നറിയാം. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കാതെ അനുവാദമില്ലാതെ ചെയ്തിട്ടുണ്ട്, ഇതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. റാഫി ഇമാമു പറഞ്ഞു, ഉമ്മ, അത് തന്നെയാണ് കാര്യം. അതാണ് എൻ്റെ നിസ്കാരത്തിൽ പിഴയ്ക്കാനുള്ള കാരണമുണ്ടായത് എന്ന് പഠിപ്പിക്കുന്നു. എങ്കിൽ സഹോദരന്മാരെ വളരെ ശ്രദ്ധിക്കണം, ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൽ കിട്ടുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഏതാണെങ്കിലും കഴിക്കാൻ പാടില്ലല്ലോ, ഉമ്മ കഴിച്ചതാണല്ലോ ഇപ്പൊ ഈ കുഴപ്പമുണ്ടായത്. അപ്പൊ നമ്മൾ ഒട്ടും കഴിക്കരുത്, മക്കൾക്ക് തീരെയും കൊടുക്കരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ നാട്ടിൽ നിന്ന് ഒരു ആട് കളവ് പോയി. ആ ആട് കളവ് പോയപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ആടിന് എത്ര കാലമുണ്ട് ജീവിതം എന്ന് അന്വേഷിക്കുകയും ആ അത്രയും കാലം പിന്നെ ആട്ടിറച്ചി ബഹുമാനപ്പെട്ടവർ കഴിച്ചിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നെ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. കാരണം അഥവാ ഇനി തന്റെ മുന്നിൽ വരുന്ന ആട് ആ കട്ടെടുത്ത ആടിന്റെ ഇറച്ചിയാണെങ്കിൽ അത് പൊരുത്തമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഉമ്മമാരെ, ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ ബാങ്കിൽ പോകും. എന്തിനാ ബാങ്കിൽ പോകുന്നത്? അവിടെ ജപ്തിയിൽ പിടിച്ച വസ്തുക്കൾ വാങ്ങാനാണ്. അത് വില കുറച്ച് കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ വീട്ടിലെ ഒരു അലമാരി ബാങ്കുകാർ വന്ന് ജപ്തി എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത് അവർ പരസ്യമിട്ടു, ഇങ്ങനെ ഒരു അലമാരി ലേലത്തിനുണ്ട്. അതുപോലെ വാഹനങ്ങൾ പലതും ഉണ്ടല്ലോ. അങ്ങനെ ലേലത്തിനുണ്ട് എന്ന് പറയുമ്പോൾ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയി ലേലം ചെയ്യും. നമ്മൾ എന്താ ന്യായം പറയുന്നത്? നമുക്കറിയില്ലല്ലോ അതിൻ്റെ ഇതെന്താന്നുള്ളത്. അതൊക്കെ അവരാണ് അതിന്റെ ഉത്തരവാദി. നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിയത് എന്നാ. ഒരിക്കലുമല്ല സഹോദരന്മാരെ, അത് നമ്മൾക്ക് പൊരുത്താവൂല. ഈ വണ്ടി വാങ്ങിച്ചയാളുടെ കയ്യിൽ നിന്ന് അടയ്ക്കാൻ പൈസ ഇല്ലാതെ ഇരിക്കുമ്പോൾ ബാങ്കുകാർ ഇത് എടുത്തുകൊണ്ടുപോയാൽ ആ വണ്ടിയുടെ ഉടമയുടെ വേദന എത്രയാണ് നമ്മൾ ആലോചിച്ചു നോക്കണം. ആ വേദനിച്ച വണ്ടിയാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന്റെ ഗൗരവം ചെറുതല്ലെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അത്തരം എളുപ്പമാർഗങ്ങളിലൂടെ കിട്ടുന്ന വരുമാനങ്ങൾ
വേഗത്തിൽ വാങ്ങാനുള്ള നമ്മളുടെ ആ ആഗ്രഹം നമ്മളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഇതെല്ലാം നമ്മുടെ മക്കള് നന്നാവാതിരിക്കാൻ കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഅല്ലാ യർസുഖഹു ഇല്ലാ തയ്യിബാ, നീ നല്ലതല്ലാതെ ഒന്നും ആ കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വേറെ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ വളർത്തുന്നതിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുർഹു, അതാ അവരോട് നിങ്ങൾ കൽപ്പിക്കണം, ഇദാ ബലഗ സബ്അ സിനീൻ, അവർക്ക് 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ കൽപ്പിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ വേറെ ഹദീസിൽ നമുക്ക് കാണാം, ആ കുട്ടിക്ക് വലത് കൈയും ഇടത് കൈയും തിരിച്ചറിയുന്ന പ്രായമെത്തിക്കഴിഞ്ഞാൽ, അഥവാ വകതിരിവ് മനസ്സിലാക്കിയാൽ തീയും വെള്ളവും തിരിച്ചറിയുന്ന പ്രായം നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു തംയീസിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഇസ്ലാമിക കാര്യങ്ങൾ ആ കുട്ടിക്ക് കുറേശ്ശെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാത്തിലുമുപരി ആ കുട്ടി ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും മാതാപിതാക്കൾ അത് തടയാൻ പാടില്ല. നമ്മുടെ മക്കൾ നോമ്പെടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്കതിന് പ്രായമായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞവനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ നീയല്ലേ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചവനെ പരിഹസിക്കുന്നു. അങ്ങനെ നന്മ ചെയ്യാനായിട്ടൊരുങ്ങുമ്പോൾ നമ്മൾ തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഒരിക്കലും പറ്റുകയില്ല. സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതേ, മഹാനായ സമീഉൽ ഹസൻ അൽ ബസ്രി, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. വസഅലഹു കസീർ ബിൻ സിയാദ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഖൗലിഹി ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ. ഹബുലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം, മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുർറത അയുൻ, കണ്ണിന് കുളിർമയാകുന്നവരെ നീ നൽകണം എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഖുർറത അയുൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം, വഖാല യാ അബാ സഈദ് മാ ഹാദിഹി ഖുർറത്തുൽ അയ്ൻ. ഈ ഖുർറത്തുൽ അയ്ൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഫിദ്ദുനിയാ, അത് ദുനിയാവിൽ നമുക്ക് കണ്ണിന് കുളിർമയാകുക എന്നാണോ? അം ഫിൽ ആഖിറ, അതല്ല ആഖിറത്തിൽ കണ്ണിന് കുളിർമയാകുക എന്നാണോ അതിന്റെ അർത്ഥം? ഭാര്യമാരെയും മക്കളെയും അല്ലെങ്കിൽ ഇണകളെയും മക്കളെയും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കണ്ണിന് കുളിർമയാക്കുന്നവരായി തരണമേ എന്നാണ് പ്രാർത്ഥന. കണ്ണിന് കുളിർമയാകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയിൽ അവരെ ആക്കണം എന്നർത്ഥം. എപ്പോൾ നോക്കിയാലും സന്തോഷമുണ്ടാകുന്ന അവസ്ഥയിൽ അവരെ ആക്കണം. അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ദുനിയാവിലാക്കണമെന്നാണോ അതല്ല ആഖിറത്തിലാക്കണമെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ
ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ലാ ബൽ വല്ലാഹി ഫിദ്ദുനിയാ, ആഖിറത്തിന് കിട്ടലല്ല, ആഖിറത്തിന് എന്തായാലും കിട്ടണമല്ലോ, അതല്ല ഇവിടെ ഉദ്ദേശം. പിന്നെയോ ദുനിയാവിൽ വെച്ച് തന്നെ കണ്ണിന് കുളിർമയുള്ളവരായി മാറണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഖാല വമാ ഹിയ, അതെങ്ങനെയാണ് ദുനിയാവിൽ വെച്ച് കണ്ണിന് കുളിർമയായവരാകുന്നത്? നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ദുനിയാവിൽ വെച്ച് എങ്ങനെയാണ് കണ്ണിന് കുളിർമയാകുന്നത്? ഖാല, അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിയ വല്ലാഹി അയ്യുരിയല്ലാഹുൽ അബ്ദ മിൻ സൗജതിഹി മിൻ അഖീഹി മിൻ ഹമീമിഹി ത്വാഅത്തല്ലാഹ് ലാ വല്ലാഹി മാ ശൈഉൻ അഹബ്ബു ഇലൽ മർഇൽ മുസ്ലിമി മിൻ അൻ യറാ വാലിദൻ ഔ വലദൻ ഔ ഹമീമൻ ഔ അഖൻ മുതീഅൻ ലില്ലാഹി അസ്സ വജല്ല. കണ്ണിന് കുളിർമയാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സഹോദരന്മാരെ? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അൻയുരിയല്ലാഹുൽ അബ്ദ, ഒരു അടിമയെ അല്ലാഹു കാണിച്ചു കൊടുക്കലാണ്. അൻയുരിയല്ലാഹുൽ അബ്ദ മിൻ സൗജതിഹി, അവന്റെ ഇണയെ, അവന്റെ ഭാര്യയെ, മിൻ അഖീഹി, അവന്റെ സഹോദരനെ, വമിൻ ഹമീമിഹി, അതുപോലെ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ, അതുപോലെ വലദിഹി, അവന്റെ മക്കളെ ഒക്കെ അല്ലാഹു കാണിച്ചു കൊടുക്കലാണ്. അല്ലാഹുവിന് വഴിപ്പെട്ടവരായിട്ട് കാണിച്ചു കൊടുക്കലാണ്. എന്നിട്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ വല്ലാഹി മാ ശൈഉൻ, അല്ലാഹുവിനെ തന്നെ സത്യം, ഒരു വസ്തുവുമില്ല, അഹബ്ബു ഇലൽ മർഅ്, ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടല്ലാതെ ഇല്ല. മുസ്ലിമായ ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവൻ കാണലാണ്, സൗജത്തൻ, അവന്റെ ഭാര്യയെ കാണലാണ്, വലദൻ, വലദിനെ കാണലാണ്, മക്കളെ കാണലാണ്, വാലിദൻ, വാലിദിനെ കാണലാണ്, ഔ ഹമീമൻ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനെ കാണലാണ്, ഔ അഖൻ, അല്ലെങ്കിൽ സഹോദരനെ കാണലാണ്, മുത്തീഅൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് വഴിപ്പെട്ടവരായിട്ട് കാണലാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആ രൂപത്തിൽ ഈ മനുഷ്യന്റെ മകനെ, അല്ലെങ്കിൽ ഭാര്യയെ, അല്ലെങ്കിൽ കുടുംബക്കാരെ അവൻ ഇഷ്ടപ്പെടുന്നയാളെ ആക്കി മാറ്റലാണ്. ഖുർറത്തു അയ്യിൻ എന്ന് പറഞ്ഞതിന്റെ മാനയെന്ന് മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കണ്ടോ? അപ്പോ നമ്മുടെ മക്കള് നമുക്ക് കണ്ണിന് കുളിർമയാകുന്നവരാകുന്നത് എപ്പോഴാണ്? അവര് നല്ല ദീനുള്ളവരായി മാറുമ്പോഴാണ്. അപ്പോഴാണ് അവര് അലങ്കാരമായി മാറുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ ഫ്രീക്കനായി കയറി വരുന്നതാണോ ഏറ്റവും നല്ലത്? അതല്ല, നല്ല അച്ചടക്കമുള്ള ഒരു ചെറുപ്പക്കാരനായി വളർന്നു വരുന്നതാണോ നമുക്ക് നല്ലത്? നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല അച്ചടക്കമുള്ളവരായി നമ്മൾ വളർത്തണം. ആ കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ആ കുട്ടികൾക്ക് നല്ല സംസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ ഫ്രീക്കന്മാരായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ വളർത്താൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയുമോ? മഹാനായ ഖാല സയ്യിദ് ബിൻ അലി ഇബ്നിഹി, സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുകയാണ്, അല്ലയോ മോനെ, ഇന്നല്ലാഹ അസ്സ വജല്ല റദിയനി ലക ഫഹദറനി ഫിത്നതക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിനക്ക് വേണ്ടി എന്നെ തൃപ്തിപ്പെടുത്തുകയും എന്നാൽ നിന്റെ ഫിത്നയെ തൊട്ടെപ്പോഴും സൂക്ഷിക്കണമെന്ന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മോനെ വലം യർളഖലി ഫഔസാക ബി യാ ബുനയ്യ ഖൈറുൽ ആബാഇ മൻ ലം തദ്ഉഹുൽ മവദ്ദതു ഇലൽ ഇഫ്റാത്ത്. സ്നേഹം നമുക്ക് നമ്മുടെ മക്കളോട് വേണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കളോട് നല്ല സ്നേഹമുള്ളവരായിരുന്നു. കണ്ടില്ലേ അവിടുത്തെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്ന സമയത്ത് ഖാമ ഇലൈഹാ, ഫാത്തിമ ബീവിക്ക് വേണ്ടി റസൂലുള്ള നിൽക്കുമായിരുന്നു. ഫാത്തിമ ബീവിയെ സ്നേഹിക്കുമായിരുന്നു. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുമായിരുന്നു. ഫാത്തിമ ബീവിയോട് അതിരത്തെ സ്നേഹമുണ്ടായിരുന്നു. നമ്മളും നമ്മുടെ മക്കളെ നന്നായി സ്നേഹിക്കണം, അവരോട് നല്ലതുപോലെ വർത്തിക്കണം. അതേ സമയം ഇന്ന് ഇത് സ്നേഹിക്കണം എന്ന് പഠിച്ചപ്പോൾ ഒരു പക്ഷേ നമ്മൾ മക്കളോടുള്ള സ്നേഹം അതിർ കവിഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, മോനെ എന്നോട് അല്ലാഹു വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയത്ത് ചെയ്തതെന്നറിയുമോ? ഖൈറുൽ ആബാഇ മൻ ലം യദ്ഉഹുൽ മവദ്ദതു ഇലൽ ഇഫ്റാത്ത്. ആബാക്കളിൽ വെച്ച്, പിതാക്കന്മാരിൽ വെച്ച് ഏറ്റവും ഹൈറായ പിതാവാരാണെന്നറിയുമോ? അത് സ്നേഹത്തെ പരിധി വിട്ട് കടത്താത്തവരാണ്. മക്കളോട് സ്നേഹം കൂടിയിട്ട് സുബഹിക്ക് എഴുന്നേൽപ്പിക്കില്ല, സുബഹി നിസ്കരിപ്പിക്കില്ല, റമദാനായാൽ നോമ്പെടുപ്പിക്കില്ല, ഒരു നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. അതേ സമയം അവന്റെ ഇഷ്ടത്തിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അവന്റെ മുടി അത് യഹൂദിയുടെ മുടി വെട്ടുന്നത് പോലെ വെട്ടാനുള്ള പണം, വലിയ പണം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് സാധാരണ പണത്തിന്റെ ഇരട്ടി പണം കൊടുക്കേണ്ടി വരും. പക്ഷേ കുട്ടികളുടെ ഇഷ്ടമല്ലേ, മോന്റെ ഇഷ്ടമല്ലേ? എങ്ങനെയാണ് നമ്മൾ എതിര് നിൽക്കുന്നത്? ഞാനൊക്കെ ചെറുപ്പത്തില് ഒന്ന് മുടി വെട്ടാൻ എത്ര കൊതിച്ചതാണ്. എന്റെ കുട്ടിക്ക് അങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് അവൻ വേണ്ടതുപോലെ അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞ് മുടി വെട്ടിപ്പിക്കുന്ന വാപ്പാ, നിന്നോട് നിന്റെ തമ്പുരാനായ റബ്ബ് വസിയത്ത് ചെയ്യുകയാണ്. നീ സ്നേഹത്തിൽ പരിധി വിട്ട് കിടക്കാൻ പാടില്ല. അതുപോലെ കുട്ടിക്ക് ഡ്രസ് എടുക്കുന്നതിൽ നീ ശ്രദ്ധിക്കണം. നീ ഔറത്ത് മറയാത്ത വസ്ത്രമാണ് നിന്റെ പ്രായപൂർത്തിയായ മോന് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ, നല്ല ആളുകളൊക്കെ ഇപ്പോൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടി മാത്രം മോശമായ ആളുകളുടെ ഇടയിൽ ഒറ്റപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അവന് ട്രൗസർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് നീ ചിന്തിച്ചാൽ നിന്റെ പോക്കറ്റിൽ കിടന്ന പണം കൊണ്ട് നീ നരകം വാങ്ങുകയാണെന്ന് നീ ചിന്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മഹാനായ ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഉടുത്തിരുന്ന മുണ്ട്, ആ മുണ്ട് ചെളിയാകാതെ അഴുക്കാകാതെ അല്പം കയറ്റി കുത്തിയപ്പോൾ ഔറത്തിന്റെ അംശം കാണുമെന്ന് തോന്നിയപ്പോൾ ശൈഖുന പറഞ്ഞതെന്താണ്? ഔറത്ത് കാണിക്കുന്നവനും ഔറത്ത് കാണുന്നവനും നരകത്തിലാണ്. അപ്പൊ പിന്നെ കാണിപ്പിക്കാൻ വേണ്ടി കാശ് മുടക്കിയവനോ? ഔറത്ത് കണ്ടവനും കാണിക്കുന്നവനും നരകത്തിൽ. അതൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരാളുടെ ഔറത്തിലേക്ക് ഒരാൾക്ക് നോക്കാൻ കഴിയൂലല്ലോ. അതേ സമയം ട്രൗസർ ഇട്ട് നടന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാവർക്കും നോക്കാൻ പറ്റും. ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ടത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ട്രൗസർ വാങ്ങിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങളിൽ ഇന്ന് വളരെ അതിർ കവിഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ വയ്യ, പറയാനും വയ്യ, രണ്ടും വയ്യ.
പറയാതെ വയ്യ, പറയാനും വയ്യ, ആ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് നന്നാവാത്തത്, അലങ്കാരമാകാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ വീടിന്റെ ഉള്ളിൽ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന മക്കൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മൾ തന്നെയാണ് കാരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഫ്രാത്ത് ഉണ്ടാകാൻ പാടില്ല. വഖൈറുൽ അബ്നായി, നല്ല മക്കൾ ആരാണെന്നറിയോ? നല്ല പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹിക്കും, പക്ഷേ സ്നേഹത്തിൽ അതിർ കവിയുകയില്ല. അവരാണ് നല്ല പിതാവ്. ഇനി നല്ല മക്കൾ ആരാണെന്നറിയുമോ? വഖൈറുൽ അബ്നായി മല്ലം യദ്ഉഹു തക്സീറു ഇലൽ ഉഖൂഖ്. വീഴ്ചകൾ, അത് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കാത്തവരാണ് നല്ല മക്കൾ. ഏത്? നമ്മളോട്, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പല കാര്യങ്ങളും പറയും. എല്ലാം ഒന്നും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് നടത്തിത്തരാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവരത് അംഗീകരിച്ചോളന്നില്ല, അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നതാവൂല. അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ ചേന്ന് വരെ പറയരുതെന്നാണ് ഖുർആൻ പറയുന്നത്. അത് എന്നെ ഉക്കൂക്കാണ്. അപ്പോ അവരോട് അനുസരണകേട് കാണിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്നതിലേക്ക് കൂട്ടാതിരിക്കുന്ന മക്കളാണ് ഏറ്റവും ഹൈറായ മക്കളെന്ന് പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾ ഉക്കൂക്കുൽ വാലിദൈനേക്ക് ഇവിടെ വിഷയം തന്നെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല മക്കൾ അവരാണ്. ഏറ്റവും നല്ല മാതാപിതാക്കൾ ആരാണ്? മക്കളെ സ്നേഹിക്കുന്നവരാണ്. അതേസമയം അതിർ കവിയാത്തവരുമാണ്. സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം നമ്മുടെ മക്കളെ, പക്ഷേ അതിർ കവിയാൻ പാടില്ല. തെറ്റായ കാര്യങ്ങളെ കൊണ്ട് സ്നേഹിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയാൽ അവര് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വളരെ ഗുണകരമായി മാറുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് വലിയ നാശം സംഭവിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി മക്കളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? വേറൊരാള് ഭീഷണിയാണെങ്കിൽ, വീടിന് പുറത്തുള്ളയാള് ഭീഷണിയാണെങ്കിൽ പേടിക്കാനില്ല, വാതിലടച്ച് അകത്തിരുന്നാൽ മതി. അതേസമയം മക്കള് ഭീഷണിയായാൽ വാതിലടയ്ക്കാൻ കഴിയൂലല്ലോ. ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും വാർത്തകളിലും കാണുന്നതല്ലേ, സുഖമായിട്ട് രാത്രി നല്ല ഭക്ഷണം കൊടുത്ത മകൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ഉമ്മയും വാപ്പയും കിടന്നുറങ്ങുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് വാപ്പയുടെ കഴുത്തിങ്ങനെ കന്നുകാലിയുടെ കഴുത്തറുക്കുന്നത് പോലെ അറുത്തു മാറ്റിയ മക്കളെ കാണുന്നില്ലേ? അതുപോലെ സ്നേഹനിധിയായ മാതാവിനെ തലക്കടിച്ചു കൊല്ലുകയും എന്നിട്ട് അവസാനം മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ അതാ പ്രത്യേകം പിന്നെയും മർദ്ദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ സ്ഫോടനങ്ങൾ വീടിന്റെ അകത്ത് സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മയക്കുമരുന്നിന്റെയും അതുപോലെ ലഹരിയുടെയും അടിമകളായി നമ്മൾ മക്കൾ മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ സ്വകാര്യതയിൽ കൈയിടാൻ പാടില്ല എന്ന അമിതമായ അഭിനിവേശം നമ്മളിൽ വളർന്നു വന്നപ്പോൾ നമ്മുടെ മക്കള് നമ്മളെ തന്നെ കൊന്നുകളയുന്ന, നമ്മളെ തന്നെ ചതിയിൽപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വരുമ്പോൾ എത്ര നല്ലവരാണെങ്കിലും നല്ലവരെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ആളുകൾ, അതിന്റെ ലോബികൾ പിടിക്കുന്നതെന്ന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. അലമ്പന്മാരെയും കുഴപ്പക്കാരെയും അവർക്ക് ആവശ്യമില്ല. സ്കൂളിലും ക്ലാസ്സിലും കുറച്ച് സൈലന്റായ അല്പം പഠിക്കുന്ന നല്ല കുട്ടികളെയാണ് അവർ വലവീശുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ബാഗുകൾ, അവരുടെ മൊബൈലുകൾ, അവരുടെ പാൻസുകൾ, അവരുടെ ഷർട്ടുകൾ എല്ലാം
നമ്മൾ പരിശോധിക്കണം. അതിലെല്ലാം എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് അതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തുകയാ തന്നെ വേണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കുറവുകളും നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം. സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ യുഅ്മറു സബിയ്യു ബിസ്സലാത്തി ഇദാ അറഫ യമീനഹു മിൻ ശിമാലിഹി. ഒരു കുട്ടിക്ക് അവൻ്റെ വലത് കൈ ഇടത് കൈ ഏതാണെന്ന് തിരിച്ചറിയുന്ന പ്രായം വന്നു കഴിഞ്ഞാൽ അവനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അവൻ നിസ്കരിക്കട്ടെ, അത് നിസ്കരിക്കട്ടെ എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ 7 വയസ്സുകാരന് ചെയ്യാൻ കഴിയുന്ന മതപരമായ എല്ലാ പരിശീലനങ്ങളും അവന് നൽകണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പഠിപ്പിക്കുന്നു, നമ്മുടെ മക്കൾക്ക് അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ അവനെ വിവാഹം ചെയ്തു കൊടുക്കലും നമ്മുടെ ബാധ്യതയാണ്. ഒരു മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അവന് പ്രായമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യണമെന്നവന് തോന്നുന്ന പ്രായമെത്തിയാൽ അവന് കല്യാണം കഴിച്ചു കൊടുക്കലും നമ്മുടെ ബാധ്യതയാണ്. തൗറാത്തിലൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നറിയുമോ? ഒരു കുട്ടിക്ക് 12 വയസ്സെത്തിക്കഴിഞ്ഞാൽ 12 വയസ്സായ ഒരു കുട്ടിയെ അവന് പ്രായമെത്തിയ 12 വയസ്സായ ഒരു കുട്ടിയെ, ആ കുട്ടിക്ക് 12 വയസ്സായാൽ കണ്ടോ, അൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മക്തൂബുൻ ഫിത്തൗറാത്ത്, തൗറാത്തിൽ അതാ എഴുതി വച്ചിട്ടുണ്ട്, മൻ ബലഗത് ലഹു ഇബ്നുഹു, ഒരാൾക്ക് തൻ്റെ മകനെ 12 വയസ്സായി കഴിഞ്ഞാൽ ഫലം യുസവ്വിജ്ഹാ, അങ്ങനെ അവൻ വിവാഹം ചെയ്തില്ല എങ്കിൽ ഫറക്കിബത്ത് ഇസ്മൻ, അങ്ങനെ അവനൊരു തെറ്റ് ചെയ്താൽ, വിവാഹം ചെയ്യാത്തതിൻ്റെ പേരിൽ തെറ്റ് ചെയ്താൽ അവൻ ചെയ്ത തെറ്റിന്റെ ഉത്തരവാദി പിതാവാണെന്ന് തൗറാത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തൗറാത്തിലാണ് കേട്ടോ, ഖുർആനിലല്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവരൊന്നും 12 വയസ്സിൽ പെണ്ണിട്ടാ നിൽക്കണ്ട. അത് കേട്ടാ നിൽക്കണ്ട. തൗറാത്തിൽ എഴുതിയ കാര്യം പറഞ്ഞതാണ്. അപ്പൊ തൗറാത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ മക്കൾക്ക് വിവാഹം ചെയ്യാനുള്ള പ്രായമായി കഴിഞ്ഞാൽ അവനൊരു ജോലി ആയിട്ടില്ല, അല്ലെങ്കിൽ നല്ല ജോലി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വൈകിച്ച്, അത് 10, 25, 30 വയസ്സുവരെ അവനെ വൈകിപ്പിച്ച് അവനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിച്ചാൽ, അതിന്റെ പേരിൽ അവൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ഉത്തരവാദി പിതാവായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ മക്കളെ നന്നായി വളർത്തണം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രം, വിശുദ്ധ ഖുർആനിൽ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് യൂസുഫ്, ആ സൂറത്ത് യൂസുഫിന്റെ ഇതിവൃത്തം തന്നെ മക്കളെ എങ്ങനെ വളർത്തണം എന്നത് തന്നെയാണ്. മഹാനായ സയ്യിദുനാ യാക്കൂബ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരുടെ മക്കള് ആണ് യൂസുഫ് നബി അലൈഹിസ്സലാമും. അതുപോലെ അവരടങ്ങുന്ന 12 മക്കള്. ആ 12 മക്കളിൽ നിന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളുണ്ട്. രണ്ടാമത്തെ ഭാര്യയിൽ, ആ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളാണ് യൂസുഫ് നബി അലൈഹിസ്സലാമും ബിന്യാമീനും.
അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമും ബിന്യാമീനും അള്ളാഹുവിന്റെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടും ബിന്യാമീനിനോടും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പ്രത്യേകം താല്പര്യവും സ്നേഹവും കൂടുതലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. സ്വഭാവത്തിലും അതുപോലെ പ്രവാചകത്വത്തിലും ഒക്കെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മുന്തി നിൽക്കുന്നത് കൊണ്ടുള്ള സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, വൈരാഗ്യമുണ്ടായി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവര് അതാ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയാണ്. അങ്ങനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അതാ അവിടെ ഒറ്റപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു. അവസാനം അവരെ ഒരു കച്ചവട സംഘം എടുത്തുകൊണ്ടുപോയി മിസ്രിലെ ഒരു അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ആ മിസ്രിലെ രാജാവ്, അസീസ് രാജാവ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങുകയാണ്. അങ്ങനെ തൻ്റെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്. വലിയ സംഭവമാണ്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് അതാ മക്കളെ, നിങ്ങൾ നല്ല നിലയ്ക്ക് ജീവിക്കണം, തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കണം എന്ന സന്ദേശം പഠിപ്പിക്കുന്നുണ്ട് ആ സൂറത്തിൽ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തു ലുഖ്മാൻ. അതിൽ ബഹുമാനപ്പെട്ടവര് തൻ്റെ മകനോടുള്ള വസിയത്താണ് പ്രധാനമായിട്ട് വിശദീകരിക്കുന്നത്. അതിലൊന്നാമത് പറയുന്നത് എന്താണെന്നറിയുമോ? മോനെ, വലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാൻ പാടില്ല. പടച്ച തമ്പുരാനെ നീ വിശ്വസിക്കണം, ആരാധിക്കണം, മറ്റൊരാളെയും നീ ആരാധിക്കാൻ പാടില്ല എന്ന് തുടങ്ങുന്ന വലിയ വസിയത്ത് അവിടെ കാണാം. ഇങ്ങനെ പ്രവാചകന്മാരുടെയും മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളുടെയും ചരിത്രങ്ങൾ, മക്കളെ വളർത്തിയ ചരിത്രങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ കാണാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണെന്നറിയുമോ? നമ്മൾ എത്ര പരിശീലിപ്പിച്ചാലും കുട്ടി നന്നായി കൊള്ളണമെന്നില്ല. അതിന് തെളിവാണല്ലോ മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ ഉണ്ടല്ലോ, കാഫിറായി ചത്തുപോവുകയാണ് ചെയ്തത്. നൂഹ് നബി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അബുൽ അംബിയാ എന്ന പേര് കൊണ്ട് അറിയുന്ന മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ശരീഅത്ത് നിയമം ലോകത്തിൽ കൊണ്ടുവന്നത് നൂഹ് നബിയുടെ കാലം മുതലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ള നൂഹ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് ആര്? കൻആൻ. പക്ഷേ കാഫിറായി ചത്തുപോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അവരെ തർബിയത്ത് ചെയ്യുന്നതിനോട് കൂടെ ഈ കുട്ടിയെ 100% അള്ളാഹുവിനെ ഏൽപ്പിക്കണം, പടച്ച തമ്പുരാനെ ഏൽപ്പിക്കണം. അള്ളാഹുവാണ് മക്കളെ ഹിദായത്താക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ. ഓ നബിയേ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഹിദായത്താക്കാൻ താങ്കൾക്ക് കഴിയൂല. റസൂലുള്ളാഹിക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഹിദായത്താക്കുക എന്നുള്ളത്. വലാകിന്നല്ലാഹ യഹ്ദീ, പറിച്ച് അല്ലാഹുവാണ് ഹിദായത്ത് സിദ്ധിക്ക കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിദായത്ത് കിട്ടാൻ അല്ലാഹുവിനോട് നന്നായി ദുആ ചെയ്യണം. അല്ലാഹുവിനോട് നന്നായി ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ശഅറാനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ അദ്ദേഹം ഓതാൻ വിട്ടു, പഠിക്കാൻ വിട്ടു. പക്ഷേ കുട്ടി എത്രയായാലും പഠിക്കുന്നില്ല. നമ്മുടെ പല മാതാപിതാക്കൾക്കും സംഭവിക്കുന്ന ഒരു ഭീഷണിയാണത്.
മുത്തഅല്ലിമീങ്ങളെ ദർസിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനെ ഒരു കൊല്ലം ഓതി കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നും ഇതത്ര രസമുള്ള കാര്യമല്ല, ഇത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ പറയും. ഉമ്മാനെയാണ് ആദ്യം പിടിക്കുക. കാരണം ശൈത്താൻ വേഗം കീഴടക്കാൻ നല്ലത് ഉമ്മയാണെന്ന് കുട്ടിക്കും അറിയാം. ബാപ്പ അങ്ങനെ വേഗം കീഴ്പ്പെട്ടുകൊള്ളുന്നില്ല. അതുകൊണ്ട് ഉമ്മാനെ പിടിക്കും ആദ്യം. അങ്ങനെ ഉമ്മാനെ പിടിച്ചിട്ട് പറയും, ഉമ്മ എനിക്ക് അവിടെ പഠിക്കാൻ ചെറിയ പ്രയാസമുണ്ട്, രണ്ടും കൂടി മുന്നോട്ട് പോകൂല. ഞാൻ ഈ കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ 9ലായിരിക്കും കൊണ്ടുപോയി ചേർക്കുന്നത്, അല്ലെങ്കിൽ 8ലായിരിക്കും കൊണ്ടുപോയി ചേർക്കുന്നത്. ഉമ്മ എനിക്കിപ്പോൾ 10ലേക്ക് ഞാൻ കയറിയില്ലേ, അല്ലെങ്കിൽ 9 കയറിയ പറയാം അടുത്ത കൊല്ലം 10ാം ക്ലാസ് ആണ്, നന്നായി ജയിച്ച് 2 A+ വീതം ഓരോ വിഷയത്തിനും വാങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഈ കൊല്ലം മുതൽ അത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടി പോകാൻ പ്രയാസമാണ്. അവസാനം നല്ല ഒരു സൂഫീസവും ഈ കൊച്ചുമ്മാനോട് പറഞ്ഞു കൊടുക്കും. അതെന്താണ്? ഉമ്മ അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം അത് മുത്തഅല്ലിമീങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അത് എനിക്ക് തിന്നൽ ഹലാലാണോ? കാരണം ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ ദർസിൽ പഠിക്കുന്നില്ലല്ലോ, എനിക്കങ്ങനെ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ ഹലാലല്ലാത്ത ഭക്ഷണമല്ലേ ഞാൻ തിന്നുന്നത്. അതുകൊണ്ട് ഉമ്മ എനിക്ക് ദർസിൽ തുടരാൻ കഴിയൂല. ഓ, ഉമ്മാക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. എന്നാലും എൻ്റെ മോൻ ഇത്ര സൂഫിയായി എന്നുള്ള കാര്യം അപ്പോഴേ ഉമ്മ അറിയും. അങ്ങനെ ഉമ്മ പറയുക, എന്നാ പിന്നെ ഞാൻ ബാപ്പായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ബാപ്പാനോട് സംസാരിക്കുമ്പോൾ ബാപ്പ ഒരു അഭിമാനമുള്ള മനുഷ്യനാണ്. കാരണം ഇവിടെ ദർസിൽ വന്ന് ഉസ്താദുമാരുടെ മുന്നിൽ വന്ന് ഉസ്താദുമാർ ചോദിച്ചിട്ടുണ്ട്, ഈ കുട്ടി സ്ഥിരമായി പഠിക്കാൻ തയ്യാറുണ്ടോ? ഇവിടുത്തെ സിലബസ് അനുസരിച്ച് 7 കൊല്ലം ഇവിടെ നിൽക്കണം, ഇതിനൊക്കെ ഈ കുട്ടി തയ്യാറാണ്? ഓരോ കൊല്ലം എല്ലാം റെഡിയാ. അതിൻ്റെ അടിയിൽ ഫോമിൻ്റെ അടിയിൽ ഒപ്പിടും, ഞാൻ ഈ ദർസിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ എൻ്റെ കുട്ടിയും ശരിയാണ്, തയ്യാറാണ്. കുട്ടി ഒപ്പിടും. അങ്ങനെയൊക്കെ ഒപ്പിട്ടേക്കണതാ. വാപ്പ അഭിമാനിയായ വാപ്പാക്ക് പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ഇത് പറയാൻ പറ്റൂലല്ലോ, വാപ്പ അന്നേക്കൂല. അങ്ങനെ ഒരു പ്രകാരത്തിൽ ഉമ്മ ഉന്തിത്തള്ളി കുട്ടിയെ എങ്ങോട്ട് വിടും? ദർസിലേക്ക് വീണ്ടും വിടും. അങ്ങനെ 1 മാസം കഴിഞ്ഞ് അടുത്ത ലീവിന് ചെല്ലുമ്പോൾ കുട്ടി ഇതിനും വലിയ കോപ്പ് കൂട്ടിയിട്ടായിരിക്കും പോവുക. എന്തെങ്കിലൊക്കെ വിഷയം ഉണ്ടാകും മൂപ്പരെ അടുത്ത്, ഇതിൻ്റെ ന്യായങ്ങൾ. അങ്ങനെ അതെല്ലാം ചെന്ന് ഉമ്മാനോട് വിശ്വസിക്കും. ഉമ്മാടെ നെഞ്ചാകെ പൊട്ടി ഒലിക്കും. മനസ്സിലായോ? പിന്നെ ഉള്ളിൽ ഒലിക്കണോണ്ട് പുറത്തേക്ക് കാണൂല എന്ന് മാത്രം. അങ്ങനെ പൊട്ടി ഒലിച്ച് ഉമ്മ ആകെ വിഷമിച്ച് വാപ്പ വരുമ്പോൾ, വാപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഇന്ന് എൻ്റെ മോൻ തന്നെയാണല്ലോ എന്ന് ഓർത്ത് കുറച്ച് കോഴിയിറച്ചിയൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കും വന്നത്. വരുമ്പോഴെന്താ കേൾക്കണത്, ഇതാ കേൾക്കണത്. അതോടുകൂടി വാപ്പാടെ എല്ലാം മൂടും പോയി. എന്നായാലും അങ്ങനെ പറഞ്ഞ് അന്നും ഒരു പ്രകാരത്തിൽ വാപ്പ വിടും. 3ാമത്തെ മാസം മോനിതാവത്തിക്ക് അവനറിയാം 2-3 പ്രാവശ്യം പിടിച്ച ശൈത്താൻ കൂടെ ഉണ്ടല്ലോ. അപ്പൊ മോനെ നന്നായി ഇളക്കി വിടും. അവസാനം വാപ്പ ഗത്യന്തരമില്ലാതെ ഉസ്താദിന്റെ അടുത്തേക്ക് വരും. ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഉസ്താദ് പിന്നെ വായിക്കിടക്കുന്ന നല്ല കുറേ ഭാഷ ഉസ്താദ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷ്, അറബി, മലയാളം എല്ലാ ഭാഷയും അന്ന് അവിടെ പ്രയോഗിക്കും. ആകെ ഉസ്താദ് പ്രയോഗിക്കണത് നന്നായിരിക്കും. കാരണം എപ്പോഴും പ്രയോഗിക്കാൻ അവസരം കിട്ടൂല്ലോ ഉസ്താദ്മാർക്ക്. ഇങ്ങനെയൊക്കെ വയത് പറയാൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അപ്പോൾ അത് കിട്ടണ അവസരം ഇവിടെ ആയിരിക്കും. അത് അങ്ങനെ പ്രയോഗിക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? അവസാനം ഈ കുട്ടി ഓത്ത് നിർത്തും. ഓത്ത് നിർത്തിയാൽ സംഭവിക്കണത് എന്താ? നിങ്ങൾ ഓത്ത് നിർത്തിയ 1000 കുട്ടികളെ എടുത്താലും 999 കുട്ടികളും പിഴച്ചു നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായ? ആ കുട്ടിയുടെ കൂമ്പ് നമ്മൾ അങ്ങോട്ട് നുള്ളുന്നതാ കാണുന്നത്. ഞാൻ ഇതുപോലെ ഓതണ കാലത്ത് എൻ്റെ ഉമ്മാനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മ നമ്മുടെ വീട്ടിൽ ആരുമില്ലല്ലോ, അന്ന് എത്താമാരൊക്കെ ഓതാൻ പഠിക്കാം. വീട്ടിലാണെങ്കിൽ ഞാനാണ് ഇച്ചിരി ഞാൻ 9ൽ പഠിക്കണ കാലത്ത് ഓതാൻ പോയി. അപ്പോൾ കുറച്ച് തലമുതിർന്ന ആൾ ഞാനാണ്. പിന്നെ എൻ്റെ ഇളയതുങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ഉമ്മാട്ട് പറഞ്ഞു, ഉമ്മ ഞാനിവിടെ നിൽക്കാം ഉമ്മ, അതുകൊണ്ട് നീ ഓത്ത് പോയാൽ ഇവിടെ കുറേ വിഷമങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഉമ്മ എന്താ ചെയ്തതെന്നറിയാം. അടുത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ കപ്പ നന്നായിട്ട് നടുന്ന സമയമായിരുന്നു. കപ്പ മനസ്സിലായോ? അപ്പം നല്ലൊരു കപ്പക്കോരി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. മനസ്സിലായോ? അതിന് വലിപ്പമൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതുമായിട്ട് വന്നിട്ട് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഉമ്മയുടെ സ്വഭാവം ഞാൻ കണ്ടിട്ടുള്ളതാണ് മുമ്പ് തന്നെ. അതുകൊണ്ട് ഞാൻ ഉള്ള നേരത്തെ അതിൽ ഓടി. പിന്നെ ആ പരിസരത്ത് പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പിന്നെ പോയി നോക്കിയിട്ടില്ല. ഏതാണെങ്കിലും അതാണ് എൻ്റെ ഉമ്മ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റും.
മനസ്സിലായോ? അള്ളാഹു ഉമ്മയ്ക്ക് അള്ളാഹു അവിടുത്തെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നാണ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ ഉമ്മ പട്ടിണിയുടെ കാരണത്താൽ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞില്ല, മക്കളെ ജോലിക്ക് പോയിക്കോളി, എനിക്കിനി അടിങ്ങലാവാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതിൻ്റെ ബറക്കത്താണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഉമ്മയായതുകൊണ്ട് പറയല്ല, ഞങ്ങളുടെ ഉമ്മ മരിച്ചപ്പോൾ ഈ പരിസരത്ത് 7 ദിവസം കബറിൻ്റെ ചുവട്ടിൽ രാവും പകലുമില്ലാതെ മുത്താലിമീങ്ങളിരുന്ന് ഓതിയ ഒരു മുതലാളിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഈ പരിസരത്ത് ഒരുപാട് സമ്പന്നന്മാരുണ്ട്, ഉമ്മയോട് സ്നേഹമുള്ളവരുണ്ട്, വാപ്പയോട് സ്നേഹമുള്ളവരുണ്ട്, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഏതോ നാട്ടിൽ നിന്ന് വന്ന വരുത്തന്മാരാണ്. ആ വരുത്തന്മാരായ ഞങ്ങളുടെ ഉമ്മ മരിച്ചപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ വലിയ വാക്ക് പറയുന്നതല്ല, ഞാൻ പറഞ്ഞത് ആ ഉമ്മ അന്നെടുത്ത തീരുമാനമാണ്. ആ ഉമ്മയുടെ കവറിന്റെ ചുവട്ടിൽ അങ്ങനെ മുത്താലിമീങ്ങൾ കൂടാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? ആ ഉമ്മ ഭാഗ്യവതിയായതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യമൊന്നല്ല ഇത് ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. പിന്നെ ആ ഉമ്മ ഭാഗ്യവതിയാണ്, ആ വാപ്പ ഭാഗ്യവാനാണ്. അള്ളാഹു അവരുടെ രണ്ടുപേരുടെയും നമ്മുടെ എല്ലാവരുടെയും മരണപ്പെട്ടു പോയവരുടെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ. അതുകൊണ്ട് സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ല അച്ചടക്കത്തിൽ പഠിപ്പിക്കണം. കുറച്ച് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, നിർബന്ധമായിട്ടും പഠിപ്പിക്കണം. ഒരു 4-5 വർഷമെങ്കിലും. പഴയ കാലത്ത് എല്ലാ ദർസുകളും എല്ലാ നാട്ടിലും ദർസുകളുണ്ടാവും. ആ ദർസുകളിലുള്ളവരൊക്കെ ഒരു 4-5 വർഷം നാട്ടുകാരായി വന്ന് കിതാബ് ഓതുന്നവരായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെയൊക്കെ മക്കളുടെ കാലം വരുമ്പോൾ എവിടെ എത്തുമെന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. നമ്മൾ മരിച്ച് കബറിപ്പോയി ആ കാട്ടിൽ കിടന്നാൽ തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് നേരുണ്ടാവില്ല. ഇപ്പൊ എല്ലാ മക്കളും അമേരിക്കയിലേക്കും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറുക. കാരണം ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി സിറ്റീസൺ എടുക്കുകയാണ്. പിന്നെ എപ്പോഴാ കബറിന്ന് വരാൻ നേരം അവരും കൂടി വരല്ലേ ഇല്ല. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഗൗരവം മനസ്സിലാക്കി നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്നതൊക്കെ നിങ്ങൾക്കറിയാം. അതിന്റെ ആ വലിയ ആരവം അതൊക്കെ പരിശുദ്ധമായ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തുനിന്ന് റസൂലുള്ളാഹിനെ മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ആ നാട്ടിലുള്ള ആളുകളൊക്കെ കയ്യിലുള്ള സമ്മാനവുമായിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരികയാണ്. എല്ലാവരുടെ കയ്യിലും വലിയ വലിയ സമ്മാനങ്ങൾ കഴിവിന്റെ പരമാവധി കൊണ്ടുപോയി മുത്തുനബിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോഴുണ്ടൊരു പാവപ്പെട്ട പെണ്ണ്. ആ പെണ്ണിന്റെ കയ്യിൽ ഒന്നുമില്ല റസൂലുള്ളാഹിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. ആ പെണ്ണ് വളരെ വേദനിച്ചു. അവസാനം തന്റെ കയ്യിൽ കിട്ടിയതാരെയാണ്? തന്റെ പ്രിയപ്പെട്ട മകനെയാണ്. ആ മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ ഇബ്നി അനസ്, ഇത് എന്റെ മകനായ അനസാണ് നബിയേ. ഉഖൈലുക, അങ്ങയുടെ ഒരു കുഞ്ഞു സേവകനായി ഞാൻ ഇവനെ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് നബിയേ. 10 വയസ്സ് മാത്രം പ്രായമുള്ള മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മുത്തുനബിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി ആ ചെറിയ സമ്മാനം ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, ഉമ്മ ഹബീബേ, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണം നബിയേ. ഉടനെ റസൂലുള്ള ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, അനസിന് നീ ദീർഘായുസ് നൽകണേ, ധാരാളം മക്കളെ നൽകണേ, ധാരാളം സമ്പത്ത് നൽകണേ, സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണേ. 3
എന്തെന്നാലും ദുആ റസൂലുള്ള ദുആ ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ മുന്നിൽ അനസ് ജീവിച്ചത് എങ്ങനെയാണ്? ഹദീസിൽ കാണാം, മുത്തുനബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അനസ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ഒരു ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയാനുണ്ടോ? അനസ് വലിയ തറവാട്ടുകാരനായതുകൊണ്ടല്ല, സമ്പന്നനായതുകൊണ്ടല്ല, മറിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞ് ഖാദിമായി നിലനിർത്തിയപ്പോൾ, അവിടുത്തെ ദർസിലെ ഒന്നാമത്തെ വിദ്യാർത്ഥിയായി ചേർന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഭരിക്കുന്നു. മരിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, എൻ്റെ സ്വന്തം ബീജത്തിൽ നിന്നുണ്ടായ 100 മക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ദുആയാണ്. പിന്നെയോ സമ്പത്തിന്റെ വലിപ്പം എത്രയാണെന്ന് പറഞ്ഞാൽ ഒടുങ്ങൂല, അത്രമാത്രം വലിയ സമ്പത്തിന്റെ ഉടമയായി മാറി. ജീവിതമാണെങ്കിലോ ചരിത്രത്തിൽ കാണാം, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ 3 കാര്യങ്ങളും കിട്ടിയപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. എന്താണ് ആ ഡയലോഗ് എന്നറിയുമോ? അല്ലാഹുവേ, നീ എൻ്റെ ഹബീബ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകളും എനിക്ക് സഫലമായിട്ടുണ്ട്. ഇനി 4ാമത്തെ പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹബീബേ, നാളെ മശ്റയിലേക്ക് വരുമ്പോൾ, ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങേ എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഹബീബേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അനസ് തങ്ങളോട് പറയുകയാണ്, അനസേ, നീ വിഷമിക്കണ്ട, എന്നെ നിനക്ക് ഹൗദുൽ കൗസറിന്റെ അരികിൽ വെച്ച് കാണാം. അവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരക്കല്ലേ, അങ്ങേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ കാണാം നബിയേ? പിന്നെ നിനക്ക് അതാ സിറാത്ത് പാലത്തിന്റെ അരികിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഓഫർ കൊടുത്ത നേതാവ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഷഅറാനി ഇമാമിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ മകനെ ഓതാനേച്ചിട്ട് ഓതുന്നില്ല, പഠിക്കുന്നില്ല, വലിയ പ്രയാസത്തിലായി. അവസാനം ഷഅറാനി ഇമാം ചെയ്ത പണി എന്താണെന്നറിയുമോ? എൻ്റെ മകൻ തീരെ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഇനി ദർസിൽ നിർത്തി ഭാവി കളയണ്ടല്ലോ, തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം, വേറെ എന്തെങ്കിലും ബിസിനസ് നടത്തട്ടെ, ഓൺലൈനിൽ പഠിച്ചാൽ വലിയ സാധ്യത ഗൾഫിലേക്ക് പോകാനുണ്ടെന്നല്ലേ വാപ്പയോടും ഉമ്മയോടും തട്ടിവിടുന്നത്. ഉടനെ വാപ്പായും ഉമ്മായും നസിൽ പിടിക്കുകയാണ്. എന്നാൽ ഷഅറാനി ഇമാം അതിന് തയ്യാറായില്ല. അന്ന് രാത്രി അങ്ങോട്ടിരുന്നിട്ട്, ഇന്നൊരു വെള്ളിയാഴ്ച രാമല്ലേ, അതുപോലൊരു രാത്രി അങ്ങോട്ടിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എൻ്റെ മോനെ നിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വിട്ടതാണ്, അവൻ പഠിക്കുന്നില്ല, അതുകൊണ്ട് നീ അവനെ പഠിപ്പിച്ച് ഞാൻ അടങ്ങുകയുള്ളൂ, അല്ലാതെ ഇനി എനിക്ക് ഞാനിവിടെ നിന്ന് അലങ്ങുകയില്ലെന്ന് വലിയ ശക്തമായി തൊണ്ടയിലറി കൽബിലേറി മഹാനായ ഷഅറാനി ഇമാം ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ തീരുമാനം കണ്ടോ? പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ മോൻ നന്നായി കിതാബ് നോക്കുന്നു, നന്നായി പഠിക്കുന്നു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ മക്കൾ വലിയ സമ്പാദ്യമാണ്. അത് നമ്മൾ അലങ്കാരമാണ്. അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. അതിന് കൊമ്പ് മുളയ്ക്കുമ്പോൾ ആ കൊമ്പൊടിച്ച് കളയാൻ നമുക്ക് കഴിയണം. ആ കുട്ടിയുടെ സ്വഭാവങ്ങളെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങൾ പെടുത്തട്ടെ. നമ്മുടെ മക്കളിലുള്ള എല്ലാ വൈകല്യങ്ങളും നീക്കി അവരെ അള്ളാഹു ഉന്നതന്മാരാക്കി വളർത്തട്ടെ.
നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ അല്ലാഹു നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. പഠിക്കാനുള്ള ആഗ്രഹവും ആവേശവും നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. ബുദ്ധിയും വിവേകവും അല്ലാഹു നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുവാക്കളും ധാർമ്മിക ബോധവും എന്ന വിഷയം നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യും. എല്ലാവരും നേരത്തെ